ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സെക്യൂരിറ്റി പിടിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെയല്ല ഏകദേശം ഒരു 11 മണിയായി. നമ്മൾ ഇന്നിപ്പം ചെറിയൊരു പർച്ചേസിന് പോവാണ്. അപ്പോൾ നമ്മുടെ ലുലു മാളിൽ എന്തൊക്കെയോ ഓഫറുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, ഇന്നിപ്പോൾ എൻ്റെ കൂടെ രേഷ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ലുലുവിലേക്ക് പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സാധാരണ രാവിലെ ഇപ്പോൾ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു പരിപാടി ഉണ്ട്. കഴിഞ്ഞ സൺഡേ നമ്മളൊരു സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്ലിങ്ങിന് ഇന്ന് രാവിലെ ഇതേപോലെ തന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റിട്ട് റെഡി ആവാൻ നോക്കിയപ്പോഴാണ് ഭയങ്കര മഴ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സൈക്ലിംഗ് ഒന്നും നടന്നില്ല. അപ്പം ഇന്നിപ്പം വിചാരിച്ചു വന്നാൽ പിന്നെ ലുലു മോളിൽ പോകുന്ന ഒരു ഇത് നിങ്ങളെല്ലാവരും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലേക്ക് ടച്ച് ചെയ്യാതെ എസ് എൻ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ വേണമെങ്കിൽ പാലാരിവട്ടത്തേക്ക് പോകാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. അത് സാധാരണ വൈറ്റിൽ വന്നിട്ട് പോകുന്നതിനേക്കാളും എളുപ്പമാണ് ഈ വഴി. എസ് എൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലാരിവട്ടത്തേക്ക് ഡയറക്റ്റ് ചെന്ന് കയറാവുന്നൊരു വഴിയാണത്. പോകുന്ന വഴിക്കാണെങ്കിൽ തന്നെ നമുക്ക് വളരെ പ്രശാന്ത സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാം. എന്താ റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല രസമുള്ള കാഴ്ച. മഴയായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഈ വഴി നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എരൂർ റോഡ് നമ്മൾ കാണിച്ചു തന്നത്. എരൂർ റോഡ് നേരെ വന്നാൽ നമുക്കിത് വന്ന് ചാടുന്നത് നേരെ നമ്മളുടെ കാക്കനാട് പാലാരിവട്ടം കാക്കനാട് റൂട്ടിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ആ വഴി വന്ന് കണക്ട് ആവുന്നത്. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാക്കനാടും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാലാരിവട്ടമാണ്. പാലാരിവട്ടത്തെ വിവാദമായ ആ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത്. അതായത് മറ്റേ പാലാരിവട്ടം ഓവർ ബ്രിഡ്ജ്, നമ്മൾ പഞ്ചവടി പാലം എന്നൊക്കെ പറയുന്ന പോലത്തെ പാലാരിവട്ടത്തെ വിവാദമായിട്ടുള്ള ബ്രിഡ്ജ്. ഇതിനിപ്പം പൊളിച്ചു കളയണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ബ്രിഡ്ജ്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. നമുക്ക് എന്തായാലും കറക്റ്റ് റെഡ് സിഗ്നൽ കിട്ടി ഇവിടെ. ഇതാണ് നമ്മളുടെ പാലാരിവട്ടം ബ്രിഡ്ജ്. എത്ര കാശ് മുടക്കി പണിത സാധനം അല്ലേ. നമ്മൾ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി നമ്മുടെ പാലാരിവട്ടം ബ്രിഡ്ജിന്റെ അടിയിൽ കൂടിയുള്ള വഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഒരുപാട് കാശ് മുടക്കി പണിത് നമ്മളുടെ പഞ്ചവടി പാലം. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇപ്പം ഞാനും രേഷ്മയാണ് വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നത്, ഒന്നിച്ച് ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കാറിൽ ട്രാവൽ ചെയ്യാണ്. അങ്ങനെയുള്ള സമയത്തൊന്നും മാസ്ക് മാൻഡേറ്ററി അല്ല എന്നൊരിത് പറയണ്ടേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒറ്റയ്ക്ക് ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ മാസ്ക് വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ അയാൾ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാറിൽ നിന്ന് ഇറങ്ങുന്ന ഏത് നിമിഷമാണോ ആ നിമിഷം മുതൽ മാസ്ക് വെക്കണം. അത് നിർബന്ധമായും വെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്കിനി കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോവാം. ഡീസൽ ഭയങ്കര എം ടി കണ്ട ബ്ലിങ്ക് ചെയ്യണണ്ട, ഭയങ്കര എം ടി ആയിരുന്നു. അപ്പോൾ നമുക്ക് അടിച്ചിട്ട് പോവാം. ഇന്ന് ഡീസലിന് എൻ്റെ പൊന്നെ 74 രൂപയാണ് ഡീസലിൻ്റെ വില. കാണാൻ പറ്റുമെന്നറിയില്ല. ഡീസലിന് ഇങ്ങനെ ദിവസവും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡീസൽ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നമ്മളുടെ 1-2 സ്ഥലങ്ങൾ കാണിച്ചു തരാം. നമ്മളിനിയിപ്പം നമ്മളുടെ ഒബ്രോൺ മാളിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ ഒബ്രോൺ മാളിൻ്റെ ഓപ്പോസിറ്റ് വേറെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ കൂടി വന്നിട്ടുണ്ട്. അപ്പം അത് പ്രസ്റ്റീജിൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുതല്ല, പ്രസ്റ്റീജിൻ്റെ ഷോപ്പിംഗ് മാളാണ്. അപ്പം അവിടെ ടാറ്റയുടെ സുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സുഡിയോ അത് നമ്മൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ ഒബ്രോൺ മാള് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് നമ്മളുടെ ഒബ്രോൺ മാള്. നേരെ ഓപ്പോസിറ്റ് ഇതായിട്ടാണ് സുഡിയോ. കാണിച്ചിട്ട് ടച്ച് ചെയ്തിട്ട് കാണിക്കും. ഷോപ്പിംഗ് മാൾ, അതായത് നമ്മളുടെ ഒബ്രോൺ മാളും നമ്മളുടെ പ്രസ്റ്റീജിൻ്റെ ഷോപ്പിംഗ് മാളും ഇരിക്കുന്നത് നമ്മളുടെ ലുലുവിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ലുലുവിലേക്ക് പോകുന്ന വഴിക്ക് പിന്നെ വേറെ ഒരു ഷോപ്പിംഗ് മാൾ കൂടി ഉണ്ട്. അതായത് ഇമാനുവൽ സിൽക്സ് ആയിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. പണ്ട് ഷാറുഖ് ഖാനൊക്കെ വന്ന് ഇന്നോഗ്രേറ്റ് ചെയ്തൊരു ഇമാനുവൽ സിൽക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇമാനുവൽ സിൽക്സ് അത് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ അതിന് ശേഷം അവിടെ ഗ്രാൻഡ് മാൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ഷോപ്പിംഗ് സെറ്റപ്പൊക്കെ കൂടിയിട്ടൊരു
ഷോപ്പിംഗ് മാൾ വന്നിട്ടുണ്ട്. ഇവിടെ ഷോറൂം, കിയയുടെ ഷോറൂം നമുക്കത് പോകുന്ന വഴിക്ക് കാണാം. കിയ മോട്ടോഴ്സിന്റെ ഷോറൂം. കിയ ഇതാണ് ഞാൻ പറഞ്ഞ മോള്. ഇതിൻ്റെ അകത്ത് മാക്സ് ലൈഫ് സ്റ്റൈൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഗ്രാൻഡ് മാൾ എൻ്റെ പേര് റൈറ്റ്. അപ്പോൾ മാക്സും ഇതൊക്കെ ഉണ്ട്. നേരെ മെട്രോയുടെ ഫ്ലൈ ഓവർ, അതല്ലാതെ എൻ്റെ ഫ്ലൈ ഓവർ, അതിൻ്റെ താഴെ കൂടെ നമ്മൾ പോയിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം ലുലുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വലിയ തിരക്കുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ സഞ്ചിയിലേക്ക് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് ലുലുവിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി വരാം. പാരഗൺ ഹോട്ടലിൻ്റെ ഒക്കെ ബോർഡൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പാരഗൺ ഹോട്ടൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. നല്ല ഫുഡും ഉണ്ട് അവിടുത്തെ. നേരെ നമുക്ക് നോക്കിയാൽ മാരിയറ്റ് കാണാൻ പറ്റും. മാരിയറ്റ് ഉണ്ട്, കണ്ട ആ കാണാണ് മാരിയറ്റ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. ലെഫ്റ്റ് ബേസ്മെന്റിലേക്ക് പോയി നമുക്ക് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. പാർക്കിംഗ് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കാം. അപ്പോൾ നമുക്കിതാ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ടോക്കൺ കിട്ടി. പിന്നെ നമുക്ക് നമ്മളുടെ പാരഗണിൻ്റെ ഒരു ടേക്ക് അവേസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ ലുലു മാളിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ സെക്കൻഡ് വോയിസ് ഒക്കെ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഒരു ധൈര്യം ഇല്ല ലുലു മാളിൽ ഇങ്ങനെ സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ട്. താഴെ കാണുന്നതാണ് അതിൻ്റെ സെക്യൂരിറ്റി സെക്ഷൻ. നമ്മൾ സാനിറ്റൈസ് ചെയ്ത് അകത്ത് കയറ്റിയിട്ട് നമ്മളുടെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ എല്ലാം നോട്ട് ചെയ്ത് നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് വരുന്നത് അതെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാസ്ക്, നമ്മളുടെ മുഖമൊക്കെ, നമ്മളുടെ ഫേസ് എല്ലാം മാസ്കിൽ ചെയ്തു തരുന്നൊരു കൗണ്ടർ നമ്മളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൗ ഒക്കെ തരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രോളി പിടിക്കാൻ വേണ്ടിയിട്ട്. ട്രോളി നമ്മൾ ഗ്ലൗ ഇട്ടിട്ട് വേണം ട്രോളി പിടിക്കാൻ വേണ്ടി. അങ്ങനെ രേഷ്മ ഗ്ലൗ ഒക്കെ വാങ്ങിച്ച് കയ്യിൽ കുത്തി കയറിയിട്ടുണ്ട്. കയറുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിരലിൻ്റെ സ്പേസൊക്കെ ബാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അകത്ത് കയറാൻ പോവാണ്. അകത്ത് കയറിയിട്ട് തിരക്ക് വലിയ കാര്യമായിട്ട് തിരക്കെന്ന് പറയാനില്ല കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്ന് രാവിലെയാണ്, അതൊരു 11 മണി 12 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കില്ല. ഇത് നമ്മുടെ വാളംപുളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ പറഞ്ഞ പോലെ പറമ്പിൽ നിന്ന് പറക്കെടുക്കുന്ന വാളംപുളിയാണ്. വാളംപുളിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സാമാന്യം വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം രേഷ്മയുടെ പച്ചക്കറിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊന്നും ലുലുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഓഫറുണ്ട്. ഓഫർ എനിക്ക് തോന്നുന്നത് കൂടുതലും ഇലക്ട്രോണിക് സെക്ഷൻ്റെ ഉള്ളെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ. ഇതെന്താ വെച്ചാൽ ചാട്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ്. അപ്പം ലുലു വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാട്ട് വാങ്ങിക്കാറുണ്ട്. ചാട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, നമുക്ക് അറിയാമായിരിക്കും. അത് ഇവിടുത്തെ നല്ലതാണ്. ഇവിടുത്തെ സമൂസ ചാട്ട അത്യാവശ്യം അടിപൊളി സാധനം. അപ്പോൾ ഞങ്ങളിന്ന് സമൂസ ചാട്ട പറഞ്ഞപ്പോൾ ആൾ മിക്സ് ചെയ്ത് തരുന്നതാണ് കാണുന്നത്. നല്ല തൈരും അതൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സമൂസ ചാട്ട് തരുന്നതാണ് കാണുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ എന്താക്കിയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സാധനം വാങ്ങിച്ചിട്ട് നമ്മളുടെ ലുലു മോളിൻ്റെ മുകളിൽ ഫുഡ് കോർട്ടിൻ്റെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഞങ്ങൾ അവിടെ പോയിരുന്ന കഴിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനം വാങ്ങിച്ച് നമുക്ക് കുറച്ച് വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കും. വെള്ളം വാങ്ങിച്ചിട്ട് അവിടെ പോയി ആരാമം ഇരുന്ന് കഴിക്കും. ഇതിപ്പോൾ നമ്മളുടെ ഇത് ഹൈപ്പർ മാർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ സെക്ഷൻ ഉള്ളത്. ഹൈപ്പർ മാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഈ സെക്ഷൻ ഉള്ളത്. അപ്പം ഞങ്ങൾ ഇന്ന് ലുലു മാളിൽ വന്നപ്പം ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ. അപ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് നിത്യ മേഡം ഉണ്ട്, പിന്നെ നമ്മുടെ പ്രിയനും ഉണ്ട്. അപ്പം ഞങ്ങളിന്ന് ഇന്ന് ഇവരുടെ വകയായിരിക്കും ഞങ്ങൾക്ക് ട്രീറ്റ് എന്നാണ് ഇവർ പറഞ്ഞില്ല. ഓക്കെ, അപ്പം ശരി. ടിക്കുള്ളിടത്തിൽ നിൽക്കാൻ പോകുന്നു. കുറേ നാളുകളായിട്ട് നമ്മൾ ലുലു മാളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇത്രയും വിജനമായിട്ടൊരു ലുലു മാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അതിന്റെ തുടക്ക സമയത്ത് ലുലു മാൾ ഓപ്പൺ ആയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഭയങ്കര റഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്നാലും ഒരിക്കലും നമ്മൾക്ക് ഇത്രയും വിജനമായിട്ടൊരു ലുലു മാൾ കണ്ടിട്ടില്ല. കാരണം ഇന്നൊരു സൺഡേ ആണ്. ഈ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നൊരു ലോക്ക്ഡൌൺ
നോർമലി സൺഡേസിൽ ലോക്ക്ഡൌൺ ഉണ്ടാവാറുണ്ടായിരുന്നു. ആ സൺഡേസിലുള്ള ലോക്ക്ഡൌൺ ഇന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൺഡേ ലോക്ക്ഡൌൺ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആളുകൾക്ക് അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് ലുലുമാളുടെ പിന്നെ എന്താ പറയുക, പ്ലേ സ്റ്റേഷനൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടാവും. ആ പ്ലേ സ്റ്റേഷൻ അതെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം അവിടെയൊക്കെ നേരത്തെ പിള്ളേർക്ക് കളിക്കാവുന്ന ഒരു അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. ഫുഡ് കോർട്ടിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ കുറേ ചെയേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലാം ഒഴിഞ്ഞു കിടക്കുക തന്നെയാണ്. അപ്പോൾ ആ ചെയേഴ്സിൽ ഏതെങ്കിലും ഒരു ചെയറിൽ പോയി നിന്നിട്ട് നമുക്ക് കഴിക്കാനിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളത് ഇവിടെ വന്ന് നമ്മൾ വാങ്ങിച്ച ഇതാണ് നമ്മളുടെ സമൂസ ചട്ട് വാങ്ങിച്ചത്. അതിന്റെ വില ഈ ആ ഒരു പോർഷനിൽ ഇപ്പൊ ഞങ്ങൾ 2 സ്പൂൺ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒരു ടെമ്പററി വെച്ചപ്പാക്കറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ട കസേരയൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് അൺബോക്സിങ് ചെയ്ത്, രേഷ്മയുടെ ഭാഷ പറഞ്ഞ് ഞങ്ങളത് അൺബോക്സിങ് ചെയ്ത് നമുക്കത് കഴിക്കാം. രേഷ്മ പറയുന്നുണ്ട് എന്താ പറയാ, കുറെ നാളായി സമൂസ ചാട്ട് കഴിച്ചിട്ട് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മളൊന്നും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിണ്ടായില്ല. ആഫ്റ്റർ കൊറോണ ബിഫോർ കൊറോണ പറയുന്ന പോലെ ആഫ്റ്റർ കൊറോണ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാ. ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലുലുമാളില് വീഡിയോ അലൗഡഡ് അല്ല. എനിക്ക് എന്റെ അറിവിൽ വെച്ചാൽ ക്യാമറ നമ്മളുടെ വലിയ ഗാഡ്ജറ്റ്സ് ഒക്കെ അലൗഡഡ് അല്ല. നമുക്ക് ഈ ചെറിയ നമ്മളുടെ ഗോപ്രോയൊക്കെ അലൗഡാന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഗോപ്രോയില് വീഡിയോ എടുത്തോണ്ടിരുന്നത്. അതായത് ഇവിടെ ബേസ്മെന്റിൽ ഇപ്പൊ നമ്മൾ താഴെ നിന്നിട്ട് ഞാനിത് ഇപ്പൊ ഈ സ്റ്റെയറിങ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് എസ്കലേറ്റർ ഇറങ്ങി താഴെ പോയി നിന്നിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്നത് സെക്യൂരിറ്റി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സെക്യൂരിറ്റി പിടിച്ചിട്ട് പറഞ്ഞു എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി.